അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണാറക്കാട്. പ്രിയമുള്ളവരെ, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മാത്രമല്ല മറ്റ് പ്രവാചകന്മാർ, അതുപോലെ നമ്മുടെ തലമുറയിലുള്ള ആളുകളുടെ ജന്മദിനം, മരണം, ദുഃഖാചരണം ഇവ രണ്ടും ഇസ്ലാമിക അടിസ്ഥാനം എന്താണ്? 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ദുഃഖം ആചരിക്കരുത്. ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. കാരണം 25 പ്രവാചകന്മാരെ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവരുടെ ആരുടെയും ജന്മദിനം ആഘോഷിച്ചതായിട്ട് ഖുർആനിലില്ല. ബുഖാരി മുസ്ലിമിലൂടെ നമ്മെ ആ ഹദീസ് അഥവാ പ്രവാചകൻ്റെ ചര്യയിലൂടെ നമ്മോട് പറയുന്നു, നിങ്ങളുടെ ജനനം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മരണം, ഈ 3 ദിവസത്തെ, ഈ 3 ക്രിയകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ 3 ദിവസം ദുഃഖമാചരിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതമാർഗമായി മുന്നോട്ട് പോകുക. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ഇന്നത്തെ സുന്നികൾ അഥവാ പഴയകാല മുശ്രിക്കുകൾ. അവർ അടിസ്ഥാനമില്ലാത്ത, അനിസ്ലാമികമായ, ശാസ്ത്രബോധമില്ലാത്ത, ഖുർആനുമായോ ഹദീസുമായോ പ്രവാചകനുമായോ അള്ളാഹുവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ചില വരികൾ സ്വന്തമായി അവർ ഇഷ്ടാനുസരണം ഉണ്ടാക്കി അത് മാല, മൗലിദ് എന്നീ രൂപപ്പെടുത്തി അവരുടെ നേതാക്കളെയും മരണപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരെയും എല്ലാം വിളിച്ചതിന് ശേഷം അള്ളാഹുവിനെ വിളിക്കുന്ന രീതിയിലേക്ക് മാറ്റി. ഇത്തരം പരിപാടികൾ ഉച്ചഭാഷണികളിലൂടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നുവെങ്കിൽ എല്ലാ ഭരണാധികാരികളും എല്ലാ പോലീസ് സൈന്യാധിപരും എൻ്റെ താഴെയായതുകൊണ്ട് തന്നെ ഏവർക്കും ഇത് ചോദ്യം ചെയ്യാൻ അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലുള്ള ബാങ്ക്, ജുമുഅ, അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റ് ആവശ്യങ്ങൾക്ക് നാം മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉച്ചഭാഷണി ഉപയോഗിക്കാം. മറ്റുള്ളതെല്ലാം അടിസ്ഥാനപരമായി ഇസ്ലാമിന് എതിരാണ്. അത്തരം പരിപാടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിന് സ്വതന്ത്രമായി കേസെടുക്കുകയും ആ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി, കാളി, മുഅദ്ദിൻ തുടങ്ങിയവരെ ശിക്ഷിക്കപ്പെടാനുള്ള അർഹതയുമുണ്ട്. കാരണം ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ തികച്ചും മിനിമം 6 മാസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത്രയും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രവണതയുള്ള കേസാണ് ഇസ്ലാമിൽ കടത്തിക്കൂട്ടുക അഥവാ ശിർക്ക് ചേർക്കുക അഥവാ മുശ്രിക്കാവുക അഥവാ സുന്നിയാവുക എന്നതുകൊണ്ട്. അത്തരം പരിപാടികൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ നിങ്ങളത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അർഹമായ നിയമ നടപടികൾ അതിൻ്റെ പേരിൽ പോലീസിന് എടുക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്.